നമ്മളിത് രാവിലെ എണീറ്റ് രാവിലത്തെ ഒരു ട്രക്കിന് പോവാണ്. ഇന്നലെ നമ്മൾ ട്രക്കിങ്ങിന് പോയപ്പോൾ വൈകുന്നേരം ആ വഴി പോയപ്പോൾ പകുതി നിർത്തിയിട്ട് മഴ കാരണം വരേണ്ടി വന്നു. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ പോയി നോക്കുന്നുണ്ട്. രാവിലെ ആക്ച്വലി ഒരു മഴക്കാരൊക്കെ ഉണ്ട്, പോയി നോക്കാം. ഇന്നലെ രാത്രി നമ്മുടെ സ്റ്റേൻ്റെ അടുത്ത് നിന്ന് ആന മുള പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടിരുന്നു. നമ്മുടെ സ്റ്റേൻ്റെ അടുത്ത് ഇപ്പം ആന ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ആനയുടെ സൈറ്റിംഗ് കിട്ടുമെന്നുള്ളത് നോക്കാം. റിസർവറിൻ്റെ അപ്പുറത്തായിട്ട് ആന നിൽക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് കുറച്ച് ദൂരം തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ രാവിലെ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം ദൂരത്താണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 3 ആനകൾ ഈ കോടമഞ്ഞിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ മെല്ലെ മൂവ് ചെയ്യായിരുന്നു. ഞങ്ങൾ പെരിയാറൊക്കെ പോകുമ്പോൾ പല പ്രാവശ്യം ഞാൻ രോഹിതേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ കോടമഞ്ഞിൻ്റെ ബാക്ക്ഡ്രോപ്പിലൊക്കെ ആനകളുടെ സൈറ്റിംഗ് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ഇന്നിപ്പം നമുക്ക് ആ ഒരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പറമ്പിക്കുളത്ത് നിന്നാണ്. എന്താ ഭംഗിയും നോക്കിയേ. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഏർലി മോർണിംഗിലുള്ള ട്രക്കൊക്കെ എത്രമാത്രം വേർത്താന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ട്രക്ക് ചെയ്തപ്പം ഈ ട്രീ ഹൗസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിസർവറിനോട് ചേർന്നാണ് ട്രക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ കാടിനുള്ളിലൂടെയാണ് ട്രക്ക് ചെയ്യുന്നത്. എന്തേ കുറെ ഉറുമ്പുകൾ നടന്നു പോകുന്നത് കണ്ടോ? ഈ ഉറുമ്പുകളെ പോലെ പോകുന്നത് ഒരു കാട്ടുപോത്തിന്റെ ഹേർഡാട്ടോ. ഇവരെ നമ്മൾ അത്യാവശ്യം ദൂരത്താണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ അസംബ്ലിക്ക് കുട്ടികളൊക്കെ നടന്നു പോകുന്ന പോലെ ഉണ്ട്. എന്താ ഡിസിപ്ലിൻ! ഈ മുന്നിൽ പോകുന്ന കാട്ടുപോത്ത് ഹേർഡിൽ മെട്രിയാക്കാൻ തോന്നുന്നു. കാട്ടുപോത്തിന്റെ ഹേർഡിൽ ഒരു അഡൽട്ട് മെയിൽ ഗോർ ഉണ്ടാവും. ആ മെയിലിന്റെ റെസ്പോൺസിബിലിറ്റി ഈ ഹേർഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹേർഡിനെ എപ്പോഴും ലീഡ് ചെയ്യുക ഒരു മുതിർന്ന ഫീമെയിൽ ആയിരിക്കും. അവരെ നമ്മൾ മെട്രിയാക്ക് എന്നാണ് വിളിക്കുന്നത്. അവിടെ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ആ 2 കാട്ടുപോത്തുകളും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ പെട്ടെന്ന് ഫൈറ്റ് നിർത്തി. ബാക്കിലുണ്ടായിരുന്ന കാട്ടുപോത്തുകളെല്ലാം പെട്ടെന്ന് തന്നെ ഓടി അടുത്തേക്കും വന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പം അവർ മെല്ലെ റിസർവോയറിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പം നമ്മുടെ ഗൈഡ് ട്രക്കിംഗ് പാത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ആന ഇപ്പം ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരോടും ഒന്ന് ശ്രദ്ധിച്ച് നടന്നോളാൻ പറഞ്ഞു. ആനയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയത്. അങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്നൊരു ആനയെ കണ്ടത്. ആന പെട്ടെന്ന് തന്നെ പാസ് ചെയ്തു പോയി. ഞങ്ങൾ 3 പേര് മാത്രമായിരുന്നു ആനയെ കണ്ടത്. കൊമ്പൊന്നും കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യായിരുന്നു. ക്ലിയർ ആയിട്ട് കണ്ടില്ല. ഫുള്ള് ഉണ്ടോ? നമ്മുടെ ഗൈഡ് ആന എങ്ങനെ ഇനി അവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് കുറച്ച് മുകളിലേക്ക് പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴൊന്നും ആന എവിടെയും കണ്ടില്ല. ഞങ്ങളവിടെയൊക്കെ നന്നായിട്ട് നോക്കി. ഇനിയൊരു ചാൻസ് ആന എങ്ങാനും റിസർവോയറിലേക്ക് ഇറങ്ങിപ്പോയോന്നാണ്. ഞങ്ങളെന്തായാലും ഇനി റിസർവോയറിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആനയെ കണ്ടു, പക്ഷെ പിന്നെ നോക്കിയപ്പോൾ തന്നെ കാണാനില്ല. ഞങ്ങളിവിടെ ഒക്കെ ഫുള്ള് നോക്കി, എന്നാലും ആനയുടെ പൊടി പോലും കാണാനില്ല. നമ്മൾ കരുതും ആന അത്രയും വലിയൊരു ജീവിയല്ലേ, നമുക്കതിനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ആനയ്ക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവാനുള്ള കഴിവുണ്ട്. ആനയൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് നല്ല ഉൾക്കാട്ടിലൊക്കെ. നമ്മളിപ്പോൾ അത് ഈ ഒരു ഐലൻഡ് കറങ്ങിയാണ് വന്നേക്കുന്നത്. ആ ബോട്ട് എടുക്കുന്നുണ്ടല്ലേ, അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ സ്റ്റേ. നമ്മൾ സ്റ്റേന്ന് ആക്ച്വലി റൈറ്റ് സൈഡിലേക്കാണ് പോയത്. നമ്മൾ സ്റ്റേ ഫുള്ള് കറങ്ങി ഇപ്പം സ്റ്റേൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം നമുക്ക് ആനയുടെ ഒക്കെ സൈറ്റിംഗ് കിട്ടിയത് ആ അറ്റത്തായിരുന്നു. ഇന്നിപ്പോൾ നമുക്കിവിടെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഇപ്പം എന്തായാലും മഴക്കാറൊക്കെ ഒന്ന് മാറി വെയിൽ വന്നതുകൊണ്ട് ഇനി എന്തെങ്കിലും ആനിമൽസ് ഒക്കെ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. ഈ വീഡിയോ ഞങ്ങളുടെ വീട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റേയിലെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്.
കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ ഞങ്ങൾക്ക് ആനകളി റിസർവറിന്റെ സൈഡിലൂടെ നടക്കുന്ന കുറച്ച് അടിപൊളി വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മേലെയുള്ള ഐ ബട്ടണിലും കൊടുക്കാം. എനിക്ക് പറമ്പിക്കുളത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നതെന്ന് നോക്കിയേ. ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കിയേ. ഞങ്ങളിവിടെ അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്തു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഇനി ഞങ്ങൾ തിരിച്ച് സ്റ്റേയിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള കാടാണെന്ന്. ഈ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി, എന്ത് രസമല്ലേ. അങ്ങനെ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് പെട്ടെന്നൊരു കുറ്റിക്കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ടിട്ട് കാട്ടുപോത്തോ അല്ലെങ്കിൽ ആനയോ ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങളതുകൊണ്ട് സൗണ്ട് കേട്ട ഭാഗത്തേക്ക് മെല്ലെ നടന്നു. ശ്രദ്ധിച്ചു നോക്കിയ ഈ കുറ്റിക്കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ആന നിൽക്കുന്നത് കാണാം. ഞങ്ങളിവിടെ വന്നിട്ട് 2-3 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. ആ ആന ആ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ സംസാരിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണോ അതോ മൂവ് ചെയ്യുമ്പം ഈ കരയിലേന്നുണ്ടാകുന്ന സൗണ്ട് കേട്ടിട്ടാണോ എന്ന് അറിയില്ല, ആ ആനയൊന്ന് കുറച്ച് മുന്നോട്ട് വന്നു. അതൊരു കൊമ്പനാണ് കേട്ടോ. ഇനി നടക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഞങ്ങൾ കാട്ടിലൊക്കെ ഇങ്ങനെ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ആനകൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാല് പൊക്കി അനങ്ങാതെ നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പേടിച്ചിട്ടോ അവർ കൺഫ്യൂസ്ഡ് ആയിട്ടോ ഒന്നുമല്ല. ഇത് അവരുടെ ഒരു മാജിക്കാണ്. ആന ഈ 3 കാലുകളും മണ്ണിലുറപ്പിച്ച് ഒരു കാലിങ്ങനെ പൊന്തിച്ചു നിൽക്കും. ഇതിലൂടെ അവയ്ക്ക് ഭൂമിയിൽ നിന്ന് വരുന്ന അതിസൂക്ഷ്മമായ കമ്പനങ്ങൾ വലിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, അതായത് ആന ഇങ്ങനെ ഒരു കാല് നിലത്ത് നിന്ന് ഉയർത്തി നിൽക്കുന്ന കാണുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതേസമയം തന്നെ അവർ ചെവിയാട്ടുന്നത് നിർത്തും. അതേപോലെ ഒന്നെങ്കിൽ തുമ്പിക്കൈ നിലത്ത് മുട്ടിക്കുകയോ അല്ലെങ്കിൽ S ആകൃതിയിൽ വളച്ച് അന്തരീക്ഷത്തെ സ്കാൻ ചെയ്യുന്നത് കാണാം. ഈ വൈബ്രേഷൻസ് കാലിലെ എല്ലുകൾ വഴി നേരെ ആനയുടെ ചെവിയിലേക്ക് എത്തും. അന്തരീക്ഷത്തിലൂടെയുള്ള ശബ്ദങ്ങളെക്കാൾ വേഗത്തിൽ ആനകൾക്ക് ഈ സീസ്മിക് വൈബ്രേഷനിലൂടെ അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അപകടം മണക്കുമ്പോൾ ആനകൾ തന്റെ ശരീരത്തെ ഒരു ഭൂഗർഭ ആന്റിനയാക്കി മാറ്റും.
ഇതിനെ സീസമിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനെപ്പറ്റി ഞങ്ങൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ആനയുടെ കമ്മ്യൂണിക്കേഷനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആനകളുടെ കമ്മ്യൂണിക്കേഷൻ പല രീതിയിലും ഒന്ന് പറഞ്ഞ സമയത്ത് ഈ സീസമിക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ട്രക്കിങ്ങിൽ ആന അത് ശരിക്കും യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റി. നമ്മൾ കാടിനുള്ളൊക്കെ ട്രെക്ക് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതുപോലെ ആനയൊക്കെ എവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ആ ആന നമ്മുടെ സ്റ്റേൻ്റെ ഭാഗത്തേക്കാണ് നടന്നു വരുന്നത്. എന്തായാലും അത് നടക്കുന്നതിൻ്റെ ഒപ്പം ഞങ്ങളും കുറച്ചു നേരം ആ ആനയുടെ ഒപ്പം തന്നെ നടന്നു. നമ്മുടെ ഗൈഡ് പറഞ്ഞു ആ ആന ഇനി നേരെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റേയിൽ നിന്ന് നമുക്ക് ആനയെ കാണാൻ പറ്റുമെന്ന്. ഇത് ഞങ്ങൾ നേരത്തെ കണ്ട ആന ആവാനാണ് ചാൻസ്. ഞങ്ങൾ ആ ആന റിസർവോയറിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ പോയപ്പം ആ ആനയൊന്നും കണ്ടില്ല. പിന്നെ ഈ ആന നിൽക്കുന്നത് ഞങ്ങൾ നേരത്തെ ആനയെ കണ്ടതിൻ്റെ ഏകദേശം ആ സ്ഥലത്തൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റേൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആന എങ്ങാനും നേരെ നമ്മുടെ സ്റ്റേൻ്റെ ഭാഗത്തേക്കാണ് വരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ വഴിയിൽ നിന്നാൽ മതി. ഞങ്ങളിവിടെ എന്തായാലും കുറച്ചു നേരം നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കി ആന എങ്ങാനും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടോയെന്ന് അറിയാൻ. ആന ഞങ്ങളുടെ സ്റ്റേൻ്റെ അടുത്തേക്ക് എന്തായാലും വന്നില്ല. ഞങ്ങളിനി എന്തായാലും സ്റ്റേയിലേക്ക് തിരിച്ചു പോവാണ്. ട്രക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ളൊരു കാര്യമാണിത്. ട്രക്കിങ്ങിൽ ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസും ഞങ്ങൾക്ക് കിട്ടിയ സൈറ്റിങ്സിനെ പറ്റിയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടന്മാർ ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചത്. ദൂരെ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു കൊമ്പനായിരുന്നു. അത്യാവശ്യം നല്ല ദൂരത്തായിരുന്നു. നമ്മളിനി തിരിച്ചു പോകുന്ന സമയത്ത് ഈ ആന അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാംബു റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ ആനയെ ഒന്നും കൂടി അടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവും ചായയാണ്. എന്തോ ട്രെക്കിങ് ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല. ട്രെക്ക് കഴിഞ്ഞ് തിരിച്ച് സ്റ്റേയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം വിശപ്പ് തുടങ്ങും. ഇവരുണ്ടാക്കി തരുന്ന ഫുഡൊക്കെ അടിപൊളിയാട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മാഹാളിയാണ്. ബിജു എന്നും പറയും. എൻ്റെ പേര് മനോഹരൻ. എൻ്റെ പേര് ബാവ. ബാവ. ചേട്ടൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രേട്ടൻ. ചേട്ടനാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നത്. വിശ്വനാഥൻ. വിശ്വനാഥൻ ചേട്ടൻ. ചേട്ടൻ്റെ പേര് രാമചന്ദ്രൻ. നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങളങ്ങനെ നല്ലൊരു സ്റ്റേ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇത് നമ്മുടെ സ്റ്റേൻ്റെ ചുറ്റിനുള്ള ട്രെഞ്ചാട്ടോ ഇത്. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റേ ഓക്കെയാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം, അവരുണ്ടാക്കി തരും. അവരത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരുന്നതും. പിന്നെ ഇവിടെ നല്ലപോലെ കൊതുകൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൊതുക് തിരിയോ ഇപ്പം മേത്ത് തേക്കാനുള്ള ഓയിൻമെൻ്റൊക്കെ കിട്ടുമല്ലോ, അത് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഈ സ്റ്റേൻ്റെ ശരിക്കും എടുത്തു പറയേണ്ടതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഈ ഉള്ള ഐലൻഡിലുണ്ടല്ലോ, ഈ ഐലൻഡിൽ തന്നെ ആനയുണ്ട്. നമ്മൾ രാവിലെ ട്രക്കിന് പോയപ്പോൾ ഓൾറെഡി കണ്ടല്ലോ. ആന ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കാം. എന്താ ഈ ഫ്രണ്ടിൽ കാണുന്ന മരങ്ങളൊക്കെ ചന്ദനത്തിൻ്റെ മരം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഒരു ട്രീ ഹൗസ്. ഇവിടെ ഈ ചന്ദനമരമൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പ്രൊട്ടക്ഷനാണ് ട്രീ ഹൗസ്. നമ്മുടെ ഈ വീട്ടിക്കുന്ന് ഐലൻഡിൻ്റെ സ്റ്റേ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. പിന്നെ ഇതുപോലെ ഒരു റിമോട്ട് ലൊക്കേഷനിലായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫെസിലിറ്റീസൊക്കെ ആക്ച്വലി ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ഈ സ്റ്റേയിൽ ആകെ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എലിശല്യമായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്തൊരു പ്രോബ്ലം അതായിരിക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ സേഫായിട്ട് വെക്കാൻ ഇവർ നമുക്കൊരു ഷെൽഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ സേഫായിരിക്കും. പക്ഷെ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതല്ലേ? അതാനെയാ. അവിടെ നിന്ന് കണ്ട കൊമ്പൻ, അവ നല്ല കൊമ്പനാ അത്. ഞങ്ങളങ്ങനെ തിരിച്ചെത്തി. ആന ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ.
ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിന്നും അത്യാവശ്യം ദൂരത്താട്ടോ ആന നിൽക്കുന്നത്. എന്നാലും രാവിലെ നമ്മൾ സ്റ്റേയിൽ നിന്ന് കണ്ടതിലും കുറച്ചുകൂടി അടുത്താണിത്. ഈ ആനയുടെ കൊമ്പൊന്ന് നോക്കിയേ, എന്താ ഭംഗിയില്ലേ. ഞങ്ങൾ ആ ആനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബാംബു റാഫ്റ്റിങ്ങിലുള്ള ചേട്ടന്മാര് വെള്ളത്തിൽ ഇങ്ങനെ ഒരാൾ കിടക്കുന്നത് കാണിച്ചു തന്നത്. ഒരു മുതലയാണ് ആ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുതലെ ഇംഗ്ലീഷിൽ മഗർ ക്രൊക്കോഡൈൽ എന്ന് അല്ലെങ്കിൽ മാർഷ് ക്രൊക്കോഡൈൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 3 തരം ക്രൊക്കോഡൈലാണുള്ളത്. അതിലൊന്നാണ് ഈ മഗർ ക്രൊക്കോഡൈൽ. കുറച്ച് കഴിഞ്ഞപ്പം ആ ചേട്ടന്മാരെ ഞങ്ങളെ ഒന്ന് വീണ്ടും വിളിച്ചു. കുറച്ചപ്പുറത്ത് മാറി വേറെ ഒരു മുതല കിടക്കുന്നുണ്ടെന്ന്. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേയിലേക്ക് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. മുതലകള് കോൾഡ് ബ്ലഡഡ് ആണ്. ഇവരുടെ ബോഡി ഒന്ന് ഹീറ്റായി വരാൻ ഇവർക്ക് സൺലൈറ്റിന്റെ ആവശ്യമുണ്ട്. മുതലകളുള്ള ജലാശയത്തില് നമുക്ക് ഇവരെ കരയോട് ചേർന്നോ അല്ലെങ്കിൽ പാറക്കെട്ടിന് മുകളിലൊക്കെ കയറി കിടക്കുന്നത് കാണാം. ആ ആന അങ്ങോട്ട് തിരിഞ്ഞിന്ന് വളരെ ശ്രദ്ധയോടെ ആ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു ത്രെറ്റ് ആ ഭാഗത്തുണ്ട്. അതാണ് അതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുന്നത്. നമ്മൾ രണ്ടാമത് കണ്ട മുതലേന്റെ കുറച്ചപ്പുറത്തായിട്ട് വേറെ ഒരു മുതലേനും കൂടി കണ്ടു. നമ്മുടെ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറയാറുണ്ട്, ഇവിടെ ഞങ്ങൾ വരുന്ന ഗസ്റ്റിനോടൊക്കെ മുതലുണ്ടെന്ന് പറയുമ്പോൾ അവരത് വിശ്വസിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഞങ്ങളെ തന്നെ കളിയാക്കുമെന്ന്. എന്തായാലും ഇവിടെ മുതലുണ്ട് കേട്ടോ. ഇപ്പൊ വിശ്വാസമായില്ലേ? ആ ആന മുളങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയി മുളയൊക്കെ വലിച്ചു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പറമ്പിക്കുളത്ത് വരുമ്പം മിക്കപ്പോഴും കാണുന്നൊരു കാഴ്ചയാണിത്. ആന ഇങ്ങനെ മുള പൊട്ടിച്ച് കഴിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.